അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ പ്രത്യേക പരിഗണന ലഭിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ജയിൽ ചട്ടപ്രകാരം മുടി നീട്ടാൻ പാടില്ല, താടി വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്, നിബന്ധനകൾ ഉണ്ട്. മാത്രമല്ല ജയിൽ വസ്ത്രങ്ങൾ ധരിക്കണം. ഗോവിന്ദച്ചാമി ഇവിടുന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇട്ടത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻസും ധരിച്ചാണ് പോയതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ജയിലിനകത്ത് ധരിക്കാൻ എങ്ങനെ ഇദ്ദേഹത്തിന് അനുമതി കിട്ടി? എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തത്? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഇതിനകത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരുപടി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ഉള്ള എല്ലാത്തിനൊരു പ്രോവൈസോ ക്ലോസ് ഒക്കെ ഉണ്ടാവും. താടി വെക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ബ്ലേഡ് അലർജി ആണെങ്കിൽ താടി വെടിക്കാൻ പറ്റില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭാഗത്ത് വേറെ വരും. അവർ വന്നിട്ട് താടി ബ്ലേഡ് അലർജി ഉള്ള ആളെ കൊണ്ട് താടി വെടിപ്പിച്ചു, ജയിലിൽ ക്രൂരമർദ്ദനം തുടങ്ങിയിട്ടുള്ള ആഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വേറെ വരും. അതൊക്കെ ആ രൂപത്തിൽ കാണാം. പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ സുന്ദരനുമായിട്ടുള്ള ഗോവിന്ദച്ചാമിയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അന്നൊന്നും ഈ അലർജി ഉണ്ടായിരുന്നില്ലേ? അല്ല, അലർജിയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരാം, അതൊക്കെ വരും. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ കാര്യമില്ല. അതിപ്പോ പെട്ടെന്ന് തുമ്മൽ വരുന്നത് അലർജി അല്ലേ? ആ അലർജി അത് ആർക്കും വരും. അല്ല അത് ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല, ഞാൻ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല. അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ അവർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യത, ഒരു പ്രോവൈസോ ക്ലോസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ ജയിലിൽ നിന്നും നേരത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു പോയവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായി, അത് കൂട്ടിക്കെട്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് തികച്ചും അനാസ്ഥ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഇപ്പോൾ പറഞ്ഞു, ഞാൻ മുഴുവൻ കേട്ടില്ല, കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. റിപ്പയർ സമയത്ത് ആ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് മറന്നുപോയ ബ്ലാക്സോ ബ്ലേഡ് ആണ് ഉപയോഗിച്ചത്. അതിപ്പോൾ ഗോവിന്ദച്ചാമി കിടക്കുന്ന അതേ സെല്ലിൽ തന്നെ ഈ ആക്സോ ബ്ലേഡ് വെച്ച് മറന്നു പോവുക എന്ന ഒരു കർമ്മമുണ്ടല്ലോ. അതൊക്കെ ഒരു സാധാരണഗതിയിൽ ഒരു ജനങ്ങൾക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നൊരു വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ അതിനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ അവകാശത്തെ നിഷേധിക്കുന്നില്ല, ആ പരാമർശത്തെ ഞാൻ നിഷേധിക്കുകയാണ്. അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സവിശേഷത അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയം പറഞ്ഞത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM-മാർക്ക് അവരുടെ സെക്കൻഡ് ഹോമാണ്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത് എന്താണെന്നറിയോ? എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് വേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ മാത്രമായി അതിനെ ഓഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിങ്ങിന് വാങ്ങുന്നതിന് പകരം എല്ലാ ആളുകളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ സംവിധാനത്തിൽ ഉണ്ടായാൽ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നീട് സെൻട്രൽ ജയിലുകൾ പോലെയുള്ള കുറേ സ്ഥലങ്ങൾ, കുറച്ച് 2-3 തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ ആയിട്ട് സെൻട്രൽ ജയിലുകളുണ്ടല്ലോ, അത് കുറച്ചുകൂടി സുരക്ഷാപരമായി ഒരു ഹൈ വോൾട്ടേജിൽ സൂക്ഷിക്കേണ്ടുന്ന പ്രദേശങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ സ്ഥിരം ജീവനക്കാരുണ്ടാവുകയും താൽക്കാലിക ജീവനക്കാരെ വെച്ച് കൈകാര്യം ചെയ്യുന്നത് അവരുടെ കമ്മിറ്റ്മെൻറ്റ് ആ 6 മാസത്തേക്കോ അല്ലെങ്കിൽ അവരെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന ആളുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ പൊതുസമൂഹത്തിലുണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലെങ്കിലും ഈ പറയുന്ന പോലെ സ്ഥിരം ജീവനക്കാർ വേണം. ആ ജീവനക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം. അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിനും കൂടി വിധേയമായിരിക്കണം. ജയിൽ ഉപദേശക സമിതി കൂടെ മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായി ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് വേണ്ടുന്ന നിയമപരമായ ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. അത് ജയിലിൻ്റെ കാര്യത്തിൽ മാത്രം പോരാ, PWDയുടെ പ്രവൃത്തികളെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം. PWD എന്തിന് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അധ്യാപകന്മാർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടോ, അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതിനകത്ത് പകപോക്കലും അതല്ലെങ്കിൽ ഒക്കെ വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഗോവിന്ദച്ചാമിയുടെ ഇന്നത്തെ അല്ലെങ്കിൽ ചാർലി തോമസ്
എന്ന് പറയുന്ന വ്യക്തിയുടെ ജയിൽ ചാട്ടത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമത്തിൻ്റെ മുന്നിൽ വരണം, അവരെ കൊണ്ടുവരണം, നിയമപരമായി മാതൃകാപരമായും ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. കാരണം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ നാണം കെട്ട ഒരു നടപടിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്.